പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് കാട് നടന്നൊരു കാല് പെണ്ണ് ഓടി നടന്നൊരു പെണ്ണ് കയ്യിൽ കരിവളയിട്ട്. എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവിചേട്ടാ, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ഐറ്റം? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബോട്ടിയും കപ്പയും. അത് രാമശാന്റെ സ്പെഷ്യൽ ആണല്ലോ. അല്ലേ? തനി നാടൻ കപ്പയും. അപ്പൊ നമുക്ക് പൊളിക്കാല്ലേ? All welcome to God's own country, കേരള. എന്താ 6 മാസക്കോളിയാണ് കേട്ടാ. എന്താ കട? 10 കിലോ 50 കിലോ ഒക്കെ ഉണ്ടാവില്ലേ 10 കട? ഇത് 10 കിലോ ഉണ്ടോ കേട്ടോ. അത് പിന്നെ എന്താ സൈസ്. കൂട്ട് കുറച്ചുകൊണ്ട് വെച്ചോട്ടാ. അപ്പൊ ബോട്ടി നന്നാക്കാനുള്ള വെള്ളം ചൂടാക്കണം. അപ്പൊ നമ്മുടെ ബോട്ടി ക്ലീൻ ചെയ്യാനുള്ള ചൂടുവെള്ളം അവിടെ തളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അത് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. എത്ര ഉള്ള സിമ്പിളാണ്, സിമ്പിൾ പരിപാടിയാണ്. കണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് തൊട്ടാൽ മതി, ഇത് ക്ലീൻ ആയിട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പച്ചവെള്ളത്തേക്ക് മാറ്റും. നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം കേട്ടോ. ബോട്ടി നമ്മുടെ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് പതുക്കെ അതിങ്ങനെ കണ്ട് കാണിച്ചാൽ പോകുന്നുണ്ടോ. സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോണ ആടിൻ്റെ ബോട്ടിന് അതിൻ്റെ കുടലാണ് ഈ സാധനം. അത് നമ്മൾ മറച്ചിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്യണമെങ്കിൽ. അതിപ്പോൾ ഇത് ഈ ഒരു പച്ചീർക്കൽ ഇതിങ്ങനെ കടത്തിയിട്ടുണ്ടല്ലോ, അറ്റത്തേക്ക് കൊണ്ടുപോയി മറിച്ച് എടുത്തിട്ട് ഇങ്ങനെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കുടലങ്ങോട്ട് മറിഞ്ഞ് നല്ല ക്ലീനായിട്ട് ഇങ്ങോട്ട് വരും. ഇതൊക്കെ
ബോട്ടി വേവിക്കാൻ വെക്കുകയാണ്. ബോട്ടിലേക്കുള്ള ചതച്ച മഞ്ഞൾ, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്. കറിവേപ്പില, കല്ലുപ്പ്, ആവശ്യമായ കല്ലുപ്പ്. അപ്പം നമ്മുടെ മൺചട്ടിയിൽ വേവിക്കുന്ന ബോട്ടി നല്ല വെന്ത് നല്ല മണം വരുന്നുണ്ട്. വേപ്പില, പച്ചമുളക്, ഇഞ്ചി എല്ലാം നല്ല പാകമായി, നല്ല മണം. ഇനി നമ്മുടെ കപ്പ വേവിക്കാൻ മൺകലത്തിലാണ് കപ്പ വേവിച്ച് പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്നത്. കപ്പയിലേക്ക് കല്ലുപ്പ്, ബോട്ടി വറുത്തരച്ച് വയ്ക്കാനായിട്ടുള്ളത് മുഴുവൻ മല്ലി, മുഴുവൻ മുളക്, വറക്കാനുള്ള തേങ്ങ, കറി ഉണ്ടാക്കാനായിട്ടുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇനി ചതച്ച വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില,
വറുത്തരച്ച മല്ലി മുളക്, വറുത്തരച്ച തേങ്ങ, പട്ട കരയാമ്പു വറുത്തിടിച്ചത്, ഇഞ്ചി വേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വെച്ച ബോട്ടി, കുരുമുളക്, പൊടിച്ചെടുക്കാൻ എന്താ ഇതിന്റെ പോലെ മരക്കട്ട കൊണ്ട് ഇടിക്കുക, നല്ല പൊടിഞ്ഞു കിട്ടും. ബോട്ടിയും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക്, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റിന് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട് കല്യാണി? കപ്പയും കൊണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടീഷനായി കേട്ടാ. അടിപൊളിയാണ്, ഞങ്ങള് വെച്ചതൊക്കെ അടിപൊളിയായിട്ട് വെച്ചേക്കണേ. കപ്പയും പൊട്ടിയും അടിപൊളി ടേസ്റ്റ്, കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. മസാലയുടെ ഒക്കെ അപ്പോൾ അവർ നല്ലതായിട്ട് ഇട്ട് കാണിക്കുന്നുണ്ട്.
സൂപ്പറായിട്ടുണ്ട്. 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 കപ്പയും ബോട്ടി നല്ലതായിട്ടുണ്ട്.